أعوذ بالله من الشيطان الرجيم ومن الناس من يجادل في الله بغير علم ولا هدى ولا كتاب منير ثاني عطفه ليضل عن سبيل الله له في الدنيا خزي ونذيقه يوم القيامة عذاب الحريق ذلك بما قدمت يداك وأن الله ليس بظلام للعبيد أيها المؤمنون والمؤمنات السلام عليكم ورحمة الله وبركاته. സൂറത്ത് ഹജ്ജിലെ 8, 9, 10 ആയത്തുകളാണ് ഞാൻ നിങ്ങളെ ഓതി കേൾപ്പിച്ചത്. ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത് വമിനൻ നാസി, മനുഷ്യരുടെ കൂട്ടത്തിൽ ചില ആളുകളുണ്ട്. ഇങ്ങനെ തുടങ്ങുന്ന മറ്റൊരു ആയത്ത് ഇതേ അധ്യായത്തിന്റെ 3-ാമത്തെ ആയത്ത് നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഈ ആയത്തിൽ അല്ലാഹു പറയുന്നത് മൻ യുജാദിലു ഫില്ലാഹി ബിഗൈരി ഇൽമിൻ വലാ ഹുദൻ വലാ കിതാബിൻ മുനീർ. വെളിച്ചം നൽകുന്ന ഒരു ഗ്രന്ഥവുമില്ലാതെ, ഒരു മാർഗദർശനവും ഇല്ലാതെ, ഒരു അറിവും കൂടാതെ വെറുതെ അല്ലാഹുവിന്റെ മാർഗത്തിൽ തർക്കിച്ചുകൊണ്ടേയിരിക്കുന്ന ചില ആളുകളുണ്ട്. അവർ തന്റെ കഴുത്തു തിരിച്ച് അഹങ്കാരത്തോടെ മാറി നിൽക്കുന്നു. അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ആളുകളെ തെറ്റിക്കുന്നതിന് വേണ്ടി. ലഹു ഫിദ് ദുനിയാ ഖിസ്യുൻ, അവർക്ക് ദുനിയാവിൽ നിന്ദതയുണ്ട്, നാണക്കേടുണ്ട്. വനുദീഖുഹു യൗമൽ ഖിയാമത്തി അദാബൽ ഹരീഖ്, കത്തിജ്വലിക്കുന്ന നരക ശിക്ഷ അവരെ നാളെ പരലോകത്ത് യൗമൽ ഖിയാമയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആസ്വദിപ്പിക്കുന്നതാണ്, അനുഭവിപ്പിക്കുന്നതാണ്. ദാലിക ബിമാ ഖദ്ദമത് യദാക്, ഇത് അവരുടെ കർമ്മങ്ങൾ പ്രവർത്തിച്ചതിന്റെ ഫലമാണ്, അവരുടെ കൈകൾ പ്രവർത്തിച്ചതിന്റെ ഫലമാണ്. വഅന്ന അല്ലാഹ ലൈസ ബിദല്ലാമിൻ ലിൽ അബീദ്, ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ ദാസന്മാരോട് അന്യായം കാണിക്കുന്നവരല്ല. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് ഈ ആയത്തിന് തഫ്സീർ നൽകിയത് ഇപ്രകാരമാണ്: ലമ്മാ ദക്കറ തആല ഹാല ദുല്ലാൽ ജുഹാൽ മുഖല്ലിദീൻ. നമ്മൾ സൂചിപ്പിച്ചതുപോലെ 3-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വഴിതെറ്റിപ്പോയ, അജ്ഞരായ, വിവരമില്ലാത്ത, അന്ധമായിട്ട് അനുകരിക്കുന്ന, തഖ്ലീദ് ചെയ്യുന്ന ആളുകളുടെ അവസ്ഥ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ആയത്ത് ഇപ്രകാരമാണ്: ഫി ഖൗലിഹി വമിനൻ നാസി മൻ യുജാദിലു ഫില്ലാഹി ബിഗൈരി ഇൽമിൻ വയത്തബിഉ കുല്ല ശൈത്താനിൻ മരീദ്. ഒരു തെളിവും കൂടാതെ, അറിവും കൂടാതെ പണ്ഡിതന്മാര്, നേതാക്കന്മാര്, കാരണവന്മാരെയൊക്കെ പിൻപറ്റുന്ന ആളുകളുണ്ട്. അങ്ങനെ തഖ്ലീദ് ചെയ്യുന്നവരെ കുറിച്ചാണ് പറയുന്നത്. അത് പാടില്ലാത്ത പ്രവൃത്തിയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അവിടെ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു, അല്ലാഹുവിനെ അനുസരിക്കുകയാണ് വേണ്ടത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുകയാണ് നമ്മൾ വേണ്ടത് എന്ന്. ഇവിടെ ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കുഫറിലേക്കും ബിദ്അത്തിലേക്കും ജനങ്ങളെ ക്ഷണിക്കുന്ന, വഴിതെറ്റിച്ചു കൊണ്ടുപോകുന്ന ആളുകളെ കുറിച്ചാണ് പറയുന്നത്. നമുക്കറിയാം, വേഷഭൂഷാദികളെ കൊണ്ട്, കേശാലങ്കാരങ്ങളെ കൊണ്ട് പണ്ഡിതന്മാരാണെന്ന് പറയപ്പെടുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ നാടുകളിലുണ്ട്. അവരൊക്കെ ഒരു കാര്യം പറഞ്ഞാൽ അവർക്കൊക്കെ തെറ്റുപറ്റോ, അവരൊക്കെ ശരിയല്ലേ പറയുള്ളൂ, അവർ പണ്ഡിതന്മാരല്ലേ എന്നൊക്കെ പറയും. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, നിങ്ങളെ കുഫറിലേക്ക് കൊണ്ടുപോകുന്ന ആളുകളുണ്ട്, ബിദ്അത്തിലേക്ക് കൊണ്ടുപോകുന്ന ആളുകളുണ്ട്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത്. ഫഖാല, ആയതൊന്നും കൂടെ നമുക്ക് കേൾക്കാം. അല്ലാഹു പറയുകയാണ്: വമിനൻ നാസി മൻ യുജാദിലു ഫില്ലാഹി ബിഗൈരി ഇൽമിൻ വലാ ഹുദൻ വലാ കിതാബിൻ മുനീർ. വെളിച്ചം നൽകുന്ന ഒരു ഗ്രന്ഥവുമില്ലാതെ, ഒരു മാർഗദർശനവുമില്ലാതെ, ഒരു അറിവുമില്ലാതെ അള്ളാഹുവിന്റെ മാർഗത്തിൽ തർക്കിച്ചു കൊണ്ടേയിരിക്കുന്ന ചില മനുഷ്യന്മാരുണ്ട്. ആളുകൾ വഴിതെറ്റിക്കുന്ന പണ്ഡിതന്മാരെ കുറിച്ചാണ് അല്ലാഹു ഈ ആയത്തിലൂടെ പറയുന്നത്. ഐ ബിലാ അഖ്ലിൻ സ്വഹീഹിൻ, ശരിയായ ബുദ്ധി വിവേകം ഒന്നുമില്ല. വലാ നഖലിൻ സ്വഹീഹിൻ സരീഹിൻ, വ്യക്തമായ ശരിയായ ദലീലുകളൊന്നുമില്ല, തെളിവുകളൊന്നുമില്ലാതെ. ബൽ ബിമുജറദി റഅയി വൽ ഹവ, സ്വന്തം വ്യക്തിപരമായ അഭിപ്രായങ്ങളും ആഗ്രഹങ്ങളും മാത്രം പറഞ്ഞ് അതിനെ അടിസ്ഥാനമാക്കിയിട്ട് ജനങ്ങളെ വഴിതെറ്റിക്കുന്ന ആളുകളുണ്ട്, മനുഷ്യന്മാരുണ്ട്. അവരെ സൂക്ഷിക്കണം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. എന്നിട്ട് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് വീണ്ടും അടുത്ത ആയത്തിന് വിശദീകരിക്കുകയാണ്. സാനി അത്ഫി,
അവരുടെ പ്രത്യേകത അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. സാനിഉ തഫി. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആ ഒരു വാക്യത്തെ വചനത്തെ വിശദീകരിച്ചു. ഇബ്നു അബ്ബാസ് വഗൈറു മുസ്തഖ്ബിറൻ അനിൽ ഹഖ് ഇദാ ദുഇഅ ഇലൈഹി. അള്ളാഹുവിന്റെ ദീനിലേക്ക് പ്രമാണങ്ങൾ വെച്ചുകൊണ്ട് ക്ഷണിക്കുമ്പോൾ അതിൽ നിന്ന് അഹങ്കാരത്തോടു കൂടി പിന്തിരിഞ്ഞു പോകും. അതാണ് അത്തരത്തിലുള്ള വഴികളിലേക്ക് ആളുകളെ ക്ഷണിക്കുന്ന ആളുകളുടെ പ്രത്യേകത. അവർക്ക് തോന്നിയ കാര്യങ്ങൾ വെച്ചിട്ട് ചിലപ്പോൾ ദുർബലമായ ഹദീസുകളായിരിക്കാം, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അവർക്ക് ഇഷ്ടതുപോലെ വ്യാഖ്യാനിച്ച് ദുർവ്യാഖ്യാനിച്ച് ആ രൂപത്തിലൊക്കെ ആളുകളെ വഴികളിലേക്ക് കൊണ്ടുപോകുന്നവർ, അവർക്ക് ശരി ഇന്നതാണെന്ന് പറഞ്ഞു കൊടുത്താൽ അവർ അഹങ്കാരത്തോടു കൂടി അവർ തന്റെ കഴുത്തിന് പിരടിയെ തിരിച്ചു കളയും എന്നുള്ളതാണ്. മുജാഹിദ് അവരൊക്കെ ആ രൂപത്തിൽ തന്നെയാണ് അർത്ഥം കൊടുത്തിട്ടുള്ളത്. കഴുത്തിനെ തിരിച്ചളയാ, മുഖം തിരിക്കുക, മനസ്സിലായോ? അത് അവന്റെ കഴുത്താണ്. സത്യം ഇതാണെന്ന് പറഞ്ഞ് സത്യത്തിലേക്ക് ക്ഷണിക്കുമ്പോൾ അത് അംഗീകരിക്കാതെ തിരിഞ്ഞു പോകുന്നവർ. ഇതിന് പിന്നെ അത് കാഫിറുകളുടെ ഒരു പ്രത്യേകതയാണ്. വഴികേടിലേക്ക് ആളുകളെ ക്ഷണിക്കുന്നവരുടെ ഒരു പ്രത്യേകതയാണ് അത്. നമുക്ക് വഴികേടിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാം, പിന്നെ നിർമാർഗത്തിലേക്ക് ക്ഷണിക്കല്ല, വഴികേടിലേക്ക് ക്ഷണിക്കുന്നവരുടെ പ്രത്യേകതയാണ്. ഇപ്പൊ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഫിറൗനിനെ ക്ഷണിച്ചപ്പോൾ ഫിറൗന്റെ അവസ്ഥ പറയാ, وفي موسى إذ أرسلناه إلى فرعون بسلطان مبين فتولى بركنه وقال ساحر أو مجنون. തന്റെ തോളിനെ പിരടിയെ തിരിച്ചു കളഞ്ഞുന്ന ആര്? ഫിറഔൻ. അഹങ്കാരത്തിന്റെ ഒരു ലക്ഷണം, സത്യം ഉൾക്കൊള്ളാത്തൊരവസ്ഥ. വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഖാല തആല മുനാഫിഖീങ്ങളെ കുറിച്ച് പറയാ, وإذا قيل لهم تعالوا إلى ما أنزل الله وإلى الرسول رأيت المنافقين يصدون عنك صدودا ما أنزل الله وإلى الرسول رأيت المنافقين يصدون عنك صدودا. അവർ ശക്തമായിട്ട് എന്ത് ചെയ്യും? തിരിഞ്ഞു പോകുന്നതായിട്ട് നിനക്ക് കാണാം. അല്ലാഹുവിലേക്ക് വരും, റസൂലിലേക്ക് വരും, അത് പറ്റില്ല, അപ്പൊ തിരിയും, മനസ്സിലായോ? വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു അധ്യായത്തിൽ പറഞ്ഞു, വഇദാ ഖീല ലഹും തആലൂ യസ്തഗ്ഫിർ ലക്കും റസൂലുള്ളാഹി ലവ്വൗ റൂസഹും വറഅയ്തഹും യസുദ്ദൂന വഹും മുസ്തക്ബിറൂൻ. അപ്പൊ സത്യനിഷേധികളുടെ ഒരു അടയാളമാണ് പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നെ ഈ ആയത്തിൽ പറഞ്ഞ സാനിഉ തഫി എന്ന വാക്ക് നമ്മൾ മനസ്സിലാക്കണം. മഹാനായ ലുഖ്മാനുൽ ഹക്കീം പിന്നെ തന്റെ മകന് കൊടുത്ത ഉപദേശങ്ങളുടെ കൂട്ടത്തിൽ ഒരു ഉപദേശമാണ്, വലാ തുസഇർ ഖദ്ദക ലിന്നാസ്. ഒരിക്കലും നീ ജനങ്ങളിൽ നിന്നതിന്റെ പിരടി അല്ലെങ്കിൽ കൗളിന് തിരിക്കരുത് എന്നാണ്. തുമീലു അൻഹും ഇസ്തിഖ്ബാലൻ അലൈഹി. അതൊരു പിന്നെ ഒരാളൊരു കാര്യം പറഞ്ഞു തരുമ്പോൾ അത് ശരിയാവുമ്പോൾ, അത് ശരിയായ ഒരു കാര്യം പിന്നെ നേരിന്റെ വഴി ഒരാൾ പറഞ്ഞു തരുമ്പോൾ ആ പിന്നെ നന്മ പഠിപ്പിച്ചവരിൽ നിന്ന് തിരിഞ്ഞു പോകുക, അത് അഹങ്കാരമാണ്, അത് കുഫ്റാണ്. വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ലുഖ്മാനിൽ പറഞ്ഞു, വഇദാ തുസ്ലാ അലൈഹി ആയാതുനാ വല്ലാ മുസ്തക്ബിറാ കഅൻ ലം യസ്മഅഹാ കഅന്ന ഫീഹി ഉദ്നൈഹി വഖറാ ഫബശ്ശിർഹു ബിഅദാബിൻ അലീം. അങ്ങനെ ഒരുപാട് ആയത്തുകൾ നമുക്ക് പിന്നെ കാണാൻ കഴിയും. സാനിഉ തഫി എന്ന് പറഞ്ഞാൽ തന്റെ അഹങ്കാരത്തോടുകൂടി സത്യനിഷേധികൾ പിന്നെ തന്റെ പിരടിയെ തിരിച്ചുകൊണ്ടു പോകുന്ന, ഞങ്ങൾക്കൊന്നും വേണ്ട, ഞങ്ങളൊന്നും സ്വീകരിക്കൂല എന്ന മട്ടുണ്ടല്ലോ, അതിനെയാണ് സാനിഉ തഫി എന്ന് വിശദീകരിച്ചത്. ഇവിടെ അല്ലാഹു പറഞ്ഞു, ലിയുദില്ല അൻ സബീലില്ലാഹ്. എന്തേ സത്യം കേട്ടിട്ട് അവർ തിരിഞ്ഞു പോയത്, ആ സത്യം സ്വീകരിക്കാതെ പോയത്? ലിയുദില്ല അൻ സബീലില്ലാഹ്, ജനങ്ങളെ വഴികേടിലേക്ക് നയിക്കുന്നതിന് വേണ്ടി, തെറ്റിക്കാനായി, ജനങ്ങളെ തെറ്റിക്കുക. ഇവിടെ ലിയുദില്ല, അവിടെ ലാമുണ്ട് അല്ലെ, ലിയുദില്ല. ആ ലാം എന്താണ്? ലാമുൽ ആഖിബ എന്നും പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്, ലാമുൽ തഅലീൽ എന്നും ആളുകൾ വിശദീകരിച്ചിട്ടുണ്ട്. പിന്നെ ലാമുൽ ആഖിബ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ അനന്തരഫലം. അവർക്ക് ജനങ്ങളെ വഴിതെറ്റിക്കുക എന്നും ലക്ഷ്യങ്ങളൊന്നുമില്ല. അവർ മനസ്സിലാക്കിയത് അവർ പറഞ്ഞ് പിന്നെ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ, പക്ഷെ അവര് പിന്നെ എന്തല്ല, ശരിയായ മാർഗത്തിലൂടെയല്ല അവർ പറഞ്ഞു കൊടുക്കുന്നത്. ഖുർആന് ഓതി കൊടുത്തിട്ടല്ല പറഞ്ഞു കൊടുക്കുന്നത്, സഹിഹായ ഹദീസുകൾ പറഞ്ഞിട്ട് ഹക്കല്ല പറഞ്ഞു കൊടുക്കുന്നത്. സ്വന്തം ഇഷ്ടപ്രകാരം അവിടുന്ന് ഇവിടുന്ന് കേട്ടത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളെ അന്ധമായിട്ട് തക്ലീദ് ചെയ്ത അവിടുന്ന് കിട്ടിയത്, അതൊക്കെ പറഞ്ഞിട്ടാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ തർക്കിച്ച് ജനങ്ങളെ വഴികളിലേക്ക് കൊണ്ടുപോകും. പക്ഷെ അതിന്റെ അനന്തരഫലം, അവർക്ക് ജനങ്ങളെ വഴിതെറ്റിക്കാനുള്ള ഉദ്ദേശമില്ല, പക്ഷെ അനന്തരഫലം എന്തായിരിക്കും? ആളുകൾ വഴിതെറ്റിപ്പോകും. ഒരിക്കലും കുഫർ ബിദഅത്ത് പഠിപ്പിച്ചിട്ട് മാർഗത്തിലേക്ക് ആരും വരുന്നില്ല. അപ്പൊ അത് ലാമുൽ ആഖിബ എന്ന് വിശദീകരിച്ച പണ്ഡിതന്മാരുണ്ട്, ലാമുൽ തഅലീലാണെന്ന് വിശദീകരിച്ച പണ്ഡിതന്മാരുണ്ട്. ലിയുദില്ലന്റെ മുമ്പിലുള്ള ആ ലാമ്, തഅലീൽ എന്ന് പറഞ്ഞാൽ മനഃപൂർവ്വം ഹക്കാണെന്ന് മനസ്സിലായിട്ട് ഹക്കിലേക്ക് വരാതെ വലാലത്തിൽ നിന്നുകൊണ്ട് എന്ത് ചെയ്യുക? ആളുകളെ പഴപ്പിക്കുക. ഞാൻ ഏതായാലും പഴച്ചു, ഇനി മറ്റുള്ളവരൊക്കെ എന്ത് ചെയ്യുക? മറ്റുള്ളവരും കൂടെ പഴപ്പിക്കുക. അതിനാണ് ലാമു തഅലീൽ.
അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. എന്നിട്ട് അള്ളാഹു പറയുകയാണ്, ഇത്തരത്തിൽ ജനങ്ങളെ വഴികേടിലേക്ക് ക്ഷണിക്കുന്ന ആളുകൾ ലഹു ഫിദ് ദുനിയാ ഖിസി, അവർക്ക് തീർച്ചയായിട്ടും നാളെ ദുനിയാവിൽ അവർക്ക് അപമാനമുണ്ട്. ലഹു ഫിദ് ദുനിയ, അവർക്ക് ദുനിയാവിൽ തന്നെ അപമാനമുണ്ട്, പരലോകത്തല്ല, നാളല്ല, പരലോകത്തല്ല, ദുനിയാവിൽ അവർക്ക് നിന്ദതയുണ്ട്. വഹുവൽ ഇഹാനത്തു വദുല്ല്, അവർക്കുള്ള നിന്ദതയും അപമാനവും ദുനിയാവിൽ വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കും. കമാ അന്നഹു ലമ്മ ഇസ്തക്ബറ അൻ ആയാതില്ലാഹി ലഖാഹു അല്ലാഹുൽ മദല്ലത ഫിദ് ദുനിയ, അള്ളാഹുവിന്റെ ആയത്ത് കേട്ടിട്ട് അത് സ്വീകരിക്കാതെ മാറുന്നിട്ട് തന്നിഷ്ടപ്രകാരം ജനങ്ങളെ എന്ത് ചെയ്യുക, വഴികേടിലേക്ക് കൊണ്ടുപോകുന്നവരെ ദുനിയാവിൽ വെച്ച് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നാണം കെടുത്തും. പരലോകത്തേക്ക് പോകുന്നതിന് മുമ്പേ അള്ളാഹു അവരെ പിടിക്കും. കാരണം അവർക്ക് ദുനിയാവിലെ ജീവിതം ആയിരുന്നു അവരുടെ ലക്ഷ്യം. കുറെ തിന്നണം, കുറെ കുടിക്കണം, കുറെ സമ്പാദിക്കണം, എന്നിട്ട് ആൾക്കാരെ പറ്റിക്കുക, മനസ്സിലായോ? അപ്പൊ അള്ളാഹു എന്ത് ചെയ്യും, അവരുടെ ആഗ്രഹം ദുനിയാവിലെ വിജയമായിരുന്നു. ദുനിയാവിൽ തന്നെ അത്തരം ആൾക്കാർ എന്ത് ചെയ്യും, അപ്പൊ നാണം കെടുത്തും എന്നാണ് പറയുന്നത്. പരലോകത്ത് ചെന്ന അതികഠിനമായ കത്തിജ്വലിക്കുന്ന നരകം അവർക്കുണ്ടാകും. അള്ളാഹുവിനോട് പറയും, നിന്റെ കരങ്ങൾ പ്രവർത്തിച്ചതിന്റെ ഫലമാണല്ലോ. നീ തോന്നിയാസം കാട്ടി ആളുകളെ ഖുർആനോ ഹദീസോ ഓതിക്കൊടുത്ത് ഉത്ബോധിപ്പിക്കേണ്ടതിന് പകരം കാലകീലകൾ പറഞ്ഞു കൊടുത്തു, ദുർബല ഹദീസുകൾ പറഞ്ഞു കൊടുത്തും ആളുകളെ തെറ്റായ ദീനിലേക്ക്, പിന്നെ തെറ്റായ മാർഗത്തിലേക്ക് നീ ക്ഷണിച്ചു. അതിന്റെ അനന്തരഫലമാണ് നീ അനുഭവിക്കുന്നത്, നീ തന്നെ ചെയ്തു കൂട്ടി. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇദാ ഉദിഖ അദാബൻ നാർ യൗമൽ ഖിയാമ ഹാദൽ അദാബു അല്ലദീ നുദീഖുക അൽയൗമ ബിമാ ഖദ്ദമത് യദാക ഫി ദുനിയ മിനൽ ദുനൂബി വൽ ആസാം, നീ അനുഭവിച്ചോളൂ, നീ ആസ്വദിച്ചോളൂ എന്ന് ചെയ്യും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് പറയും. അക്തസബതു ഫിഹാ മിനൽ ഇസ്റാം, അവൻ ചെയ്ത കുറ്റകൃത്യങ്ങളുടെ പാപങ്ങളുടെ ഫലമാണ് അവൻ അനുഭവിക്കുന്നത്. നാളെ പരലോകത്ത് ചെന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് പറയുന്ന ചില വചനങ്ങൾ പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പല സ്ഥലങ്ങളിലായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. യുഖാലു ലഹു ഹാദാ തഖരീഅൻ വ തൗബീഹൻ വഅന്ന അല്ലാഹ ലൈസ ബിദല്ലാമിൻ ലിൽ അബീദ്. ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ ദാസന്മാരോട് പിന്നെ അന്യായം കാണിക്കുന്നവനല്ല. ഒരിക്കലും ഒരാളോട് തെറ്റ് ചെയ്തവൻ അല്ലാഹു ശിക്ഷിക്കും, നന്മ ചെയ്തവർക്ക് തക്കമായ കൂലി പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കും. നാളെ പരലോകത്ത് വരുമ്പോൾ ഇത്തരത്തിലുള്ള കുറ്റവാളികൾ അവരുടെ അവസ്ഥ എന്താണ്? അവനെ പിടിച്ചുകൊണ്ടുപോയിട്ട് നരകത്തിന്റെ മധ്യത്തിൽ കൊണ്ടുപോയിട്ടുള്ളൂ. അവന്റെ തലയിലേക്ക് തിളച്ച വെള്ളം ഒഴിക്കാൻ പറയും. നീ ആസ്വദിച്ചു കൊള്ളാൻ വേണ്ടി എന്ത് ചെയ്യും അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് പറയും, നീ തന്നെയല്ലേ വലിയ ആളായിട്ട് ജീവിച്ച ആളല്ലേ, അതുകൊണ്ട് ആസ്വദിക്കാൻ, ഞാൻ വലിയ ആളാണ്, ഞാൻ വലിയ ആൾക്കാരൊക്കെ ബഹുമാനിക്കുന്ന ആളാണ്, ശക്തനാണെന്നൊക്കെ നീ വിചാരിച്ചില്ലേ, അനുഭവിക്ക്. നിങ്ങൾ സംശയിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം ഇത് തന്നെയാണ്. ആസ്വദിച്ചാൽ ആ പറഞ്ഞ് അല്ലാഹു അവരെ നരകത്തിലേക്ക് തള്ളിവിടുന്ന സാഹചര്യമായി. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ അധ്യായത്തിലെ 3-ാമത്തെ ആയത്ത് നമുക്ക് നൽകിയ പാഠമാണ്, അന്ധമായിട്ട് നമ്മൾ ഒരാളെയും തഖ്ലീദ് ചെയ്യരുത്. ഏതൊരാളെ നമ്മൾ അനുസരിക്കുന്നുണ്ടെങ്കിലും, ഏതൊരാളെ നമ്മൾ പിൻപറ്റുന്നുണ്ടെങ്കിലും, ആ പറയുന്ന ആള് ഖുർആനിന്റെയും സഹിഹായ ഹദീസിന്റെയും അടിസ്ഥാനത്തിലാണ് കാര്യങ്ങൾ വിശദീകരിക്കുന്നത് എന്ന് നമ്മൾ പരിശോധിക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നെ നമ്മളെ വളരെ കൃത്യമായിട്ട് 3-ാമത്തെ ആയത്തിലൂടെ പഠിപ്പിച്ചു. അതുപോലെ തന്നെ നമ്മൾ നല്ലവരാണെന്ന് വിചാരിക്കുന്ന പല ആളുകളും നമ്മളെ വഴികേടിലേക്ക് കൊണ്ടുപോകും. വഴികേടിലേക്ക് കൊണ്ടുപോകുന്ന ഒരുപാട് പണ്ഡിതന്മാരുണ്ട് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും കണ്ടിട്ട്, ഒരാളെ വേഷം കണ്ട്, തുപ്പി കണ്ടിട്ട്, ഒരാളെ താടി കണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യണ്ട, ഇത് നമ്മളെ നേരിന്റെ വഴി കാണിച്ചു തരുന്ന ആളാണെന്ന് വിചാരിക്കേണ്ട. ആരെ നമ്മൾ സ്വീകരിക്കുന്നുണ്ടെങ്കിലും ഖുർആൻ ഓതിയിട്ടാണോ കാര്യങ്ങൾ പറയുന്നത്, തെളിവുണ്ടോ, പ്രമാണമുണ്ടോ എങ്കിൽ മാത്രമേ നമ്മൾ ആ ഒരാളെ നമ്മൾ സ്വീകരിച്ച് ദീനിനെ ഉൾക്കൊള്ളാൻ പാടുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.